നമസ്കാരം. IPL-ൽ തുടർച്ചയായി മൂന്നാം സീസണിനും പ്ലേ ഓഫ് ഇല്ലാതെ അവസാനിക്കേണ്ടി വന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത വർഷം വമ്പൻ നീക്കത്തിന് തന്നെ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ പരിശീലക സ്ഥാനത്ത് നിന്നും നീക്കിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പകരം പലരുടെയും പേര് ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതിൽ മുൻ ഇന്ത്യൻ കോച്ചും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡാണ് ഫേവറേറ്റ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അവിടെയും ഇവിടെയും സൂചനകളായി വരുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം വിട്ടതിനു ശേഷം അദ്ദേഹത്തിന് നിലവിൽ മറ്റു ടീമുകളുമായൊന്നും തന്നെ കരാറില്ല. അതിനാൽ CSKയുടെ ഓഫർ വന്നാൽ അത് സ്വീകരിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ IPL-ൽ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് അനുയോജ്യനായ കോച്ച് തന്നെയാണ് രാഹുൽ ദ്രാവിഡ്. ഈ റോളിൽ ഏറെ അനുഭവ സമ്പത്തും മികച്ച റെക്കോർഡുമെല്ലാം അദ്ദേഹത്തിന് അവകാശപ്പെടാനും ഉണ്ട്. ഇന്ത്യൻ ജൂനിയർ ടീമുകളെയും A ടീമുകളെയുമെല്ലാം ദ്രാവിഡ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ICCയുടെ അണ്ടർ-19 ലോകകപ്പ് പൃഥ്വി ഷായ്ക്ക് കീഴിൽ 2019-ൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ കോച്ച് റോളിൽ ദ്രാവിഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2024-ൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ T20 ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായപ്പോഴും തന്ത്രങ്ങളോതിയത് അദ്ദേഹം തന്നെ. കഴിഞ്ഞ വർഷം മുൻ ടീം കൂടിയായ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകരായി ദ്രാവിഡ് വന്നെങ്കിലും ഈ നീക്കം പ്രതീക്ഷിച്ചതുപോലെ ക്ലിക്കായില്ല. ടീം പ്ലേ ഓഫിൽ പോലും എത്താതെ പുറത്താവുകയായിരുന്നു. സീസണിന് ശേഷം ദ്രാവിഡും റോയൽസും വേർപിരിയുകയും ചെയ്തു. എങ്കിലും ഇപ്പോൾ റോയൽസിന്റെ പുതിയ താരോദയമായി മാറിയിരിക്കുന്ന കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശിയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന് നിർണായക റോൾ തന്നെയുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിൽ ഒരു രക്ഷിതാവിന്റെ റോള് തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് നിസ്സംശയം പറയാം. ഇത്തരത്തിൽ തന്നെ യുവതാരങ്ങളെ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളയാളാണ് ദ്രാവിഡ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യവും ഇങ്ങനൊരാളെ തന്നെയാണ്. കാരണം ആയുഷ് മാത്രേ, കാർത്തിക് ശർമ്മ തുടങ്ങി കഴിവുറ്റ പല യുവതാരങ്ങളും ഇപ്പോൾ CSKയിൽ ഉണ്ട്. അവരുടെ എല്ലാം കരിയർ വലിയ ഉയരത്തിലേക്ക് എത്തിക്കാൻ ദ്രാവിഡിന് സാധിക്കുകയും ചെയ്യും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ കോച്ചായി അടുത്ത വർഷം രാഹുൽ ദ്രാവിഡ് എത്തിയാൽ അത് ഏറ്റവും അധികം ബാധിച്ചേക്കുക മലയാളി താരം സഞ്ജു സാംസണിനെ തന്നെയായിരിക്കും. കാരണം രാജസ്ഥാൻ റോയൽസിൽ കഴിഞ്ഞ വർഷം ക്യാപ്റ്റനും കോച്ചുമായി ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇരുവർക്കുമിടയിൽ ഭിന്നത ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സീസണിന് ശേഷം സഞ്ജു റോയൽസ് വിടാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇതിനൊരു കാരണമുണ്ടെന്നും അഭ്യൂഹങ്ങൾ പരന്നു. IPL-ൽ സഞ്ജുവിന് റോയൽസിൽ ആദ്യമായി അവസരം ലഭിക്കുന്നത് ദ്രാവിഡ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ്. അന്ന് ട്രയൽസിൽ തന്നെ മലയാളി താരത്തിന്റെ മിന്നുന്ന പ്രകടനം അദ്ദേഹത്തെ ആകർഷിക്കുകയും ചെയ്തിരുന്നു.